ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പാർഷ്യൽ ഇക്വിലിബ്രിയം എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു എക്കണോമിക് പോളിസി നടപ്പിലാക്കുമ്പോഴത്തേക്ക്, അതായത് ഒരു പോളിസി ചേഞ്ച് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടാക്സ് നടപ്പിലാക്കുമ്പോഴോ ടാക്സ് പോളിസി കൊണ്ടുവരുമ്പോഴത്തേക്കോ ഒരു മാർക്കറ്റിൽ, ഒരു സിംഗിൾ മാർക്കറ്റിൽ അതിന്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ടാകുന്നു. ഓക്കെ, ഇത് അസ്യൂം ചെയ്യുന്നത് മറ്റ് മാർക്കറ്റ് സിറ്റുവേഷൻ എല്ലാം കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്, ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന എഫക്റ്റ്, ഒരു പോളിസി ചേഞ്ച് ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. Partial equilibrium. Partial equilibrium effects refer to the impact of an economic change. ഒരു എക്കണോമിക് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട്. എക്കണോമിക് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പോളിസി നടപ്പിലാക്കുമ്പോഴോ അല്ലെങ്കിൽ ടാക്സ് നടപ്പിലാക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രൈസ് ഷിഫ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക്, പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴത്തേക്ക്, ഇങ്ങനെ ഒരു പോളിസി നടപ്പിലാകുമ്പോഴത്തേക്ക് എവിടെ ഓൺ എ സിംഗിൾ മാർക്കറ്റ്, അതായത് ഈ സിംഗിൾ മാർക്കറ്റിൽ ഈ പോളിസി കൊണ്ടുണ്ടാകുന്ന എഫക്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അസ്യൂമിങ് ദാറ്റ് ഓൾ അതർ മാർക്കറ്റ്സ് റിമെയിൻ അൺചേഞ്ച്ഡ്, മറ്റ് മാർക്കറ്റെല്ലാം അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുകയാണ്, ചേഞ്ച് ആവാതെ നിൽക്കുകയാണ്. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് സ്റ്റഡീസ് വൺ മാർക്കറ്റ് ഇൻ ഐസൊലേഷൻ. ഒരു മാർക്കറ്റ് ഐസൊലേഷൻ ആയിട്ട്, അത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരേ ഒരു മാർക്കറ്റിന്റെ ആ എഫക്റ്റ് മാത്രമാണ് ഈ തിയറി കൊണ്ട് മനസ്സിലാക്കുന്നത്. കീപ്പിംഗ് അതർ മാർക്കറ്റ്സ് ആൻഡ് വേരിയബിൾസ് കോൺസ്റ്റന്റ്. മറ്റ് വേരിയബിൾസ്, മറ്റ് മാർക്കറ്റ്സ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. നമ്മൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർമ്മ വരും, സെറ്ററിസ് പാരിബസ് എന്നുള്ളത്. അതായത് ഓൾ അതർ തിങ്സ് ബീങ് ഈക്വൽ എന്നുള്ളൊരു എക്കണോമിക്സിന്റെ ഒരു അസംഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ബേസിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് ദ സെറ്ററിസ് പാരിബസ്. ഓൾ എൽസ് ഈക്വൽ, മറ്റെല്ലാം തുല്യമായി നിൽക്കുന്ന ഒന്ന് മാത്രം വേരി ചെയ്യുന്നത് ഒരു അസംഷൻ ആണ് കേട്ടോ. അപ്പം ഇതിന്റെ ബേസിലാണ് ഇത് റൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. പാർഷ്യൽ ഇക്വിലിബ്രിയം അനലൈസിസ് എക്സാമിൻസ് ഹൗ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി, ഇത് എങ്ങനെയാണ് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഈ പാർഷ്യൽ ഇക്വിലിബ്രിയം അനലൈസിസ് എക്സാമിൻ ചെയ്യുന്നത്. ഇൻ വൺ സ്പെസിഫിക് മാർക്കറ്റ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെസിഫിക് മാർക്കറ്റ്, ഒരേ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ, വിത്തൗട്ട് കൺസിഡറിങ് ഇന്ററാക്ഷൻസ് വിത്ത് അതർ മാർക്കറ്റ്. അതിൽ ഈ സിംഗിൾ മാർക്കറ്റിന് മറ്റ് മാർക്കറ്റുകളുമായിട്ട് യാതൊരു ഇന്ററാക്ഷനും ഇല്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിനൊരു മികച്ച ഉദാഹരണം നോക്കാം. അതായത് സപ്പോസ് ദ ഗവൺമെന്റ് ഇമ്പോസസ് എ ടാക്സ് ഓൺ ഷുഗർ. പഞ്ചസാരയുടെ മുകളിൽ ദ ഗവൺമെന്റ് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്തു. ഓക്കെ, എ പാർഷ്യൽ ഇക്വിലിബ്രിയം അനലൈസിസ് വുഡ് ലുക്ക് ഓൺലി അറ്റ്, ഈ പാർഷ്യൽ ഇക്വിലിബ്രിയം അനലൈസിസ് പ്രകാരം ഈ ഒരു കാര്യം മാത്രമേ എടുക്കത്തുള്ളൂ. അതായത് ഹൗ ദ പ്രൈസ് ഓഫ് ഷുഗർ ചേഞ്ചസ്, അതായത് ഇങ്ങനെ ടാക്സ് ഇമ്പോസ് ചെയ്തപ്പോഴത്തേക്ക് ഷുഗറിന്റെ വില എങ്ങനെ മാറി, ഹൗ മച്ച് കൺസ്യൂമേഴ്സ് ബൈ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് സെൽ, എത്ര കൺസ്യൂമേഴ്സ് വില കൂടിയപ്പോഴത്തേക്ക് വാങ്ങിച്ചു, എത്ര പേര് കൂടുതലായിട്ട് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഹൗ ടാക്സ് റവന്യൂ ഈസ് ജനറേറ്റഡ്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എത്ര ടാക്സ് റവന്യൂ അതിൽ നിന്ന്, ഈ ഷുഗറിൽ നിന്ന് എത്ര ടാക്സ് റവന്യൂ ഗവൺമെന്റിന് കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. അത് എന്തൊക്കെ ഇഗ്നോർ ചെയ്യും? റിലേറ്റഡ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന എഫക്ട്സ് ഇഗ്നോർ ചെയ്യും. അതായത് പഞ്ചസാര വെച്ചിട്ടാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കാര്യമൊന്നും പരിഗണിക്കുന്നില്ല, മറ്റ് മാർക്കറ്റിന്റെ കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ലൈക്ക് ഹണി ഓർ ജാഗറി. അപ്പം ഹണി പ്രൊഡക്ഷൻ ഉണ്ട്, അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്, പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. ജാഗറി, അപ്പൊ അതിന്റെ ആ മാർക്കറ്റിന്റെ കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ മികച്ച ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി ഒരു ഡയഗ്രം ഉണ്ട്, നമുക്ക് ആ ഡയഗ്രം പരിചയപ്പെടാം. എന്ന് പറയുന്നത് പ്ലേറ്റ്സ് ഓഫ് ഫുഡ് ആണ് ഇതിൽ സപ്ലൈ ചെയ്യുന്നത്. അതിൽ ടാക്സ് ഏർപ്പെടുത്തുമ്പോൾ ഉള്ള കാര്യമാണ് ഒരു പ്ലേറ്റ് ഫുഡ്. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഈ എത്ര പ്ലേറ്റ് ഫുഡ് വിൽക്കുന്നു, അപ്പൊ അതിന് മേലെ ടാക്സ് ഏർപ്പെടുത്തിയാൽ അതിലുണ്ടാകുന്ന ചേഞ്ചസ്. ഓക്കെ, അപ്പം അതിന് വില എങ്ങനെ ബാധിക്കുന്നു, ക്വാണ്ടിറ്റി എങ്ങനെ ബാധിക്കുന്നു, വെൽഫെയറിനെ എങ്ങനെ ബാധിക്കുന്നു, അതൊക്കെയാണ് ഈ ഡയഗ്രത്തിലൂടെ പറയുന്നത്. നമുക്ക് ആദ്യത്തെ ടാക്സ് ഏർപ്പെടുത്തുന്നതിന് മുമ്പുള്ള ഒരു മാർക്കറ്റ് സെറ്റപ്പ് നോക്കാം. എസ് എന്ന് പറയുന്നത് ഒറിജിനൽ സപ്ലൈ കർവ് ആണ്. ഓക്കെ, എസ് എന്ന് കൊടുത്തേക്കുന്നത്. ഡി എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ആണ്. ഞാൻ ഓരോ അക്ഷരം പറയുമ്പോൾ അതിലേക്ക് നോക്കിക്കോളണം. ഓക്കെ, പിന്നെ അതായത് ഇക്വിലിബ്രിയം ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്, ടാക്സ് ഏർപ്പെടുന്നതിന് മുമ്പുള്ള ഇക്വിലിബ്രിയം എത്രയാണ്? അതായത് $6.50 ആണ് പ്രൈസ്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 4000 പ്ലേറ്റ്സ് പെർ ഡേ ആണ് അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോയിന്റിൽ കൺസ്യൂമേഴ്സ് പേ ചെയ്യുന്നത് $6.50, $6.50 ആണ്. പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്നതും എത്രയാണ് അവർ പേ ചെയ്യുന്ന ചാർജ്? ഈ അതേ $6.50 ആണ് അവർക്ക് കിട്ടുന്നത്. ഈ പോയിന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഡെഡ് വെയിറ്റ് ലോസ് വരുന്നില്ല. ഡെഡ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഏർപ്പെടുത്തുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് നഷ്ടമാവുന്ന വെൽഫെയറിനെയാണ് ഡെഡ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ അവിടെ ഡെഡ് വെയിറ്റ് ലോസ് ഇല്ല. ടാക്സ് ഏർപ്പെടുത്തിയതിന് ശേഷമുള്ള ആ ഒരു സപ്ലൈ കർവാണ് എസ് ടാക്സ് എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതായത് ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിൽ എസ് ടാക്സും എസും തമ്മിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ടാക്സിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ടാക്സിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. $2 ആണ് ഒരു ടാക്സ് ആയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് ആണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് ഏർപ്പെടുത്തിയതിന് ശേഷം അവിടെ പുതിയ ഇക്വിലിബ്രിയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടാക്സ് ഏർപ്പെടുന്നതിന് ശേഷം അവിടെ വിറ്റ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2500 പ്ലേറ്റുകളാണ് വിറ്റത്. ഓക്കെ, ആൾക്കാർ ടാക്സ് ഏർപ്പെടുത്തിയതുകൊണ്ട് അവർക്ക് മേടിക്കാനുള്ള ആ ഒരു അവരുടെ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പം കൺസ്യൂമേഴ്സ് ഇപ്പോൾ പേ ചെയ്ത് നേരത്തെ
ഡോളർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ $7.5 ഒരു ഡോളർ എക്സ്ട്രാ അവർ പേ ചെയ്യുകയാണ്. എന്നാൽ പ്രൊഡ്യൂസേഴ്സ് റിസീവ് ചെയ്യുന്നത് $5.5 ആണ്. നേരത്തെ $6 ആണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർക്ക് $5.5 ആണ് റിസീവ് ചെയ്യുന്നത്. $1 കുറച്ചിട്ടാണ് അവർക്ക് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് ഇവിടെ വന്ന വ്യത്യാസം കണ്ടോ? അപ്പോൾ ഇവിടെ ഈ CS എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, അതായത് ആ ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്ന ട്രയാങ്കിൾ CS എന്ന് കൊടുത്തേക്കുന്ന ആ ഒരു ഏരിയ എന്ന് വെച്ചാൽ കൺസ്യൂമർ സർപ്ലസ് ആണ്, കൺസ്യൂമറിന് കിട്ടുന്ന സർപ്ലസ് ആണ്. ഓക്കെ, അതവിടെ കുറയുകയാണ്, മനസ്സിലല്ലേ? ടാക്സ് ഏർപ്പെടുത്തുമ്പോഴത്തേക്ക് കൺസ്യൂമേഴ്സിന് കിട്ടുന്ന സർപ്ലസ്, അതായത് കൺസ്യൂമർ സർപ്ലസ് എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് പേ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടിരിക്കുന്ന പ്രൈസും അവർ ആക്ച്വലി പേ ചെയ്യുന്നതും. ഓക്കെ, അപ്പം ഇപ്പൊ കൂടുതൽ എമൗണ്ട് അവർക്ക് പേ ചെയ്യേണ്ടി വരുന്നില്ലേ, അപ്പോഴത്തേക്ക് അവർക്ക് സർപ്ലസ് കിട്ടുന്നില്ല, അവർക്കൊരു മെച്ചം കിട്ടുന്നില്ല. അപ്പോൾ അവിടെ കൺസ്യൂമർ സർപ്ലസ് കുറയുകയാണ്. അപ്പം CS എന്ന് പറയുന്ന ആ ഒരു ഏരിയ, അപ്പോൾ ആ ഏരിയ ടാക്സ് ഏർപ്പെടുത്തുമ്പോഴത്തേക്ക് അത് കുറയുകയാണ്. അതാണ് ബ്ലൂ ആയിട്ട് കൊടുത്തേക്കുന്ന ട്രയാങ്കിൾ ഏരിയ എന്ന് പറയുന്നത്. PS എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ സർപ്ലസ് ആണ്. പ്രൊഡ്യൂസർ സർപ്ലസും കൂടെ കുറയുകയാണ് ടാക്സ് ഏർപ്പെടുത്തുമ്പോഴത്തേക്ക്. ഓക്കെ, നേരത്തെ $1 കുറച്ചല്ലേ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാർഷ്യൽ ഇക്വിലിബ്രിയവും ജനറൽ ഇക്വിലിബ്രിയം തമ്മിൽ ഒരു കമ്പാരിസൺ നോക്കാം. അതായത് ആസ്പെക്ട് വെച്ചാൽ ഫസ്റ്റ് ഫോക്കസ്. പാർഷ്യൽ ഇക്വിലിബ്രിയം ഫോക്കസ് ചെയ്യുന്നത് വൺ മാർക്കറ്റ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ. ജനറൽ ഇക്വിലിബ്രിയം ആണെന്നുണ്ടെങ്കിലോ ആൾ മാർക്കറ്റ്സ് ടുഗദർ ആണ്. ഓക്കെ, അസംഷൻ പാർഷ്യൽ ഇക്വിലിബ്രിയം അതർ മാർക്കറ്റ്സ് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത്. ജനറൽ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിലോ ആൾ മാർക്കറ്റ്സ് ഇന്റർ റിലേറ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓക്കെ, അതായത് യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് പാർഷ്യൽ ഇക്വിലിബ്രിയത്തിൽ സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് ഇതിൽ വരുന്നത്. എന്നാൽ ജനറൽ ഇക്വിലിബ്രിയത്തിൽ മോർ റിയലിസ്റ്റിക് ബട്ട് കോംപ്ലക്സ്, കൂടുതൽ എല്ലാ മാർക്കറ്റും ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് റിയൽ വേൾഡിൽ റിയലിസ്റ്റിക് ആണ്, പക്ഷേ അത് കുറച്ച് കോംപ്ലക്സ് ആണ് അത് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, എക്സാമ്പിൾസ് പാർഷ്യൽ ഇക്വിലിബ്രിയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ മാർക്കറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, ജനറൽ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിലോ ഷുഗർ, സോഫ്റ്റ് ഡ്രിങ്ക് ആൻഡ് ലേബർ മാർക്കറ്റ്സ് ഓൾ ടുഗദർ. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞ ഒഴിവാക്കിയ സാധനങ്ങളെല്ലാം ഇതിൽ വരും. ഓക്കെ, അതാണ് എൻ്റെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.